ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായി വീണ്ടും ഒരു വചന പഠനത്തിനായി സഭയുടെ ശുശ്രൂഷകൾ നമുക്ക് കരം നീട്ടുമ്പോൾ തക്കത്തിലുപാൻ ദൈവം കൃപ പകരട്ടെ. പുനരുത്ഥാനം ചെയ്ത യേശുനാഥൻ എമൗസ് എക്സ്പീരിയൻസിൽ, എമൗസ് അനുഭവത്തിൽ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. പ്രതിസന്ധികൾ വരുമ്പോൾ വചനം അടച്ചു വയ്ക്കലല്ല, പ്രതിസന്ധികൾ വരുമ്പോൾ വചനം തുറന്നു വെച്ചുള്ള പഠനങ്ങൾക്കാണ് കാതോർക്കേണ്ടുന്നത്. നവമാധ്യമങ്ങളിലൂടെ മുക്കോല സഭ ഈ നാളുകളിൽ വചന പഠനത്തിനായി തുറക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്കിതിൽ പങ്കാളിത്തം വഹിക്കാം. പ്രാർത്ഥന. വചന സാന്നിധ്യത്താൽ ഞങ്ങൾക്ക് കൃപയൊരുക്കി പ്രകാശമേക്ക് വഴി നടത്തുന്ന നല്ല ദൈവമേ, പ്രതിസന്ധികളുള്ള ഈ കാലഘട്ടങ്ങളിൽ വചനം തുറന്നു വച്ച് ആശ്വാസം കണ്ടെത്തുവാൻ, വചനം പഠിച്ച് വചനം ഉള്ളിൽ ഉൾക്കൊള്ളുന്ന ഒരു തലമുറയെ രൂപപ്പെടുത്തുവാൻ സഭയുടെ സൺഡേ സ്കൂൾ ശുശ്രൂഷകളിൽ അവിടുന്ന് കൃപയൊരുക്കുന്നതിനായി സ്തോത്രം. ഈ ശുശ്രൂഷകളിൽ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരെയും അവിടുന്ന് ബലപ്പെടുത്തണമേ. പ്രാർത്ഥനയോടുകൂടെ പങ്കുചേരുകയും പഠിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളിൽ പ്രാർത്ഥനകളാലും നിർദ്ദേശങ്ങളാലും ഞങ്ങളെ വഴി നടത്തുന്ന പ്രിയ അച്ഛനെയും അവിടുന്ന് ശക്തീകരിച്ചാലും ആലോചനകളാൽ ബലപ്പെടുത്തണമേ. വചന പഠനം അനുഗ്രഹമായി തീരുവാൻ ദൈവമേ അവിടുന്ന് കൃപയൊരുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹായ് കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നിങ്ങൾ സൺഡേ സ്കൂളിലെ പാഠങ്ങളൊക്കെ പഠിക്കുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾ എല്ലാവരും പഠിക്കണം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ആരെക്കുറിച്ചാണ് പഠിച്ചത്? നല്ല ഇടയനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത്. അപ്പം നമുക്ക് ഇന്ന് ഒരു പുതിയ പാഠമാണ് പഠിക്കേണ്ടത്. പഠിച്ചാലോ? നമുക്ക് ഇന്നത്തെ പാഠം പഠിക്കാം. അതിനു മുന്നേ നമ്മൾ സൺഡേ സ്കൂളിൽ എന്താ ചെയ്യുന്നത്? നമ്മുടെ പാഠം തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രാർത്ഥിക്കുമല്ലേ? പ്രാർത്ഥിച്ചാലോ? നമുക്ക് എങ്ങനെയാ പ്രാർത്ഥിക്കുന്നേ? കൈകൂപ്പി, കണ്ണടച്ച്, മുട്ടുകുത്തി നമ്മൾ പ്രാർത്ഥിക്കാം. കാരണം കർത്താവേ, യേശുവേ, അടിയങ്ങൾക്ക് കർത്താവേ, സൺഡേ സ്കൂൾ ഓൺലൈൻ ക്ലാസ് ആയിട്ട് അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ തന്ന കൃപകൾക്ക് നന്ദി പറയുന്നപ്പാ. അടിയങ്ങളുടെ പൈതങ്ങൾ എല്ലാവരും അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നപ്പാ. ഈ കാലയളവിൽ കർത്താവേ, ഒരു രോഗമോ ഭാരമോ ഒന്നും വരാതെ അടിയങ്ങളുടെ പൈതങ്ങൾ അങ്ങ് പരിപാലിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അവരുടെ വിദ്യാഭ്യാസത്തിൽ അങ്ങയുടെ സാന്നിധ്യം കൂടി ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അടിയങ്ങളുടെ സഭ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നപ്പാ. എല്ലാ ആവശ്യങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഇന്ന് പഠിക്കുന്ന പാഠം കർത്താവേ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ ഏറ്റവും പ്രയോജനപ്പെട്ടതായി തീരുവാൻ ദൈവം അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. സകലതൊപ്പന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമുക്കിന്ന് പഠിച്ചാലോ? ഇന്നത്തെ പാഠം പഠിക്കാമോ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ പാഠമാണ്. പാഠത്തിന്റെ പേരെന്താണെന്ന് അറിയണ്ടേ? ബർത്തിമായിക്ക് കാഴ്ച ലഭിക്കുന്നു. എന്താണ്? ബർത്തിമായിക്ക് കാഴ്ച ലഭിക്കുന്നു. ഇന്ന് നമ്മൾ 11ാമത്തെ പാഠമാണ് പഠിക്കുന്നത്. പാഠത്തിന്റെ പേരെന്താണ്? ബർത്തിമായിക്ക് കാഴ്ച ലഭിക്കുന്നു. അപ്പോ ഇന്നത്തെ പാഠത്തിന്റെ വേദഭാഗം നമ്മൾ എന്താണെന്ന് അറിയണ്ടേ കുഞ്ഞുങ്ങൾക്ക്? ഇന്നത്തെ പാഠത്തിന്റെ വേദഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം 10ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. എന്താണ്? മർക്കോസ് 10ാം അധ്യായം അതിന്റെ 46 മുതൽ 52 വരെയുള്ള വേദഭാഗങ്ങൾ. അപ്പോ ഇവിടെ നമുക്ക് ഇന്നൊരു കഥയാണ് പഠിക്കേണ്ടത്. നമ്മൾ ആദ്യമേ പഠിച്ചു. നമ്മുടെ പാഠത്തിന്റെ പേരെന്താണ്? ബർത്തിമായിക്ക് കാഴ്ച ലഭിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഒരു വ്യക്തിയെ കുറിച്ചാണ്. ആരെ കുറിച്ചാണ്? നമ്മുടെ പാഠത്തിന്റെ പേരിലുള്ള ബർത്തിമായിയെ കുറിച്ചാണ്. ആരെ കുറിച്ചാണ്? ബർത്തിമായിയെ കുറിച്ച്. അതിനുമ്മേ ടീച്ചർ ഒരു കാര്യം ചോദിക്കാം. നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ണടച്ചോ? ഇറുക്കി അടച്ചേ, കണ്ണൊന്ന് അടച്ചോ? എല്ലാരും അടച്ചോ? ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? ഉണ്ടോ? എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? വെറും ഇരുട്ട് മാത്രം ഉണ്ടല്ലേ കണ്ണടച്ചപ്പോൾ. എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ പപ്പയെ കാണാൻ പറ്റുന്നുണ്ടോ? അമ്മയെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലേ? മുഴുവനായിട്ട് എന്താണ്? ഇരുട്ടാണല്ലേ? അപ്പോ ഇങ്ങനെ കണ്ണടച്ചാൽ നമുക്ക് എന്ത് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ? ഒന്നും കാണാൻ പറ്റത്തില്ല. മുഴുവനായിട്ട് എന്തായിരിക്കും? ഇരുട്ടായിരിക്കും. അപ്പോ ജന്മന കണ്ണ് കാണാൻ കഴിയാത്ത, അതായത് കുരുടരായിട്ടുള്ള വ്യക്തികളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്ക് ലോകത്തിലെ എല്ലാവരെയും കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ പപ്പയെ കാണാൻ പറ്റുന്നുണ്ട്, നമ്മുടെ അമ്മയെ കാണാൻ പറ്റുന്നുണ്ട്, നമ്മുടെ കൂട്ടുകാരെ കാണാൻ പറ്റുന്നുണ്ട്, എല്ലാവരെയും നമുക്കിപ്പോ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കാണാൻ കഴിയാതെ ജന്മനാ തന്നെ കാഴ്ചയില്ലാത്തവരെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ ജീവിതം എത്ര സങ്കടം തന്നെയായിരിക്കും അല്ലേ? ആരെയും കാണാൻ പറ്റത്തില്ല, മുഴുവനായിട്ട് എന്തായിരിക്കും? ഇരുട്ടായിരിക്കും. അപ്പോ അത്തരത്തിൽ കുരുടനായ ഒരു വ്യക്തിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആരാണെന്ന് അറിയേണ്ടത്? ആരാണ്? ബർത്തിമായി. കണ്ടോ നിങ്ങൾ? ആരാണിത്? ബർത്തിമായി. ബർത്തിമായിക്ക് ജന്മന എന്തിനു സാധിക്കില്ല? കാണുവാനായിട്ട് സാധിക്കില്ല. ജന്മന അവന് കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ ബർത്തിമായി. ബർത്തിമായി ആരാണെന്ന് അറിയണ്ടേ? നമ്മുടെ ബർത്തിമായിയുടെ അപ്പന്റെ പേരെന്ന് പറയുന്നത് തിമായി എന്നാണ്. എന്താണ്? തിമായി. ഉറക്കെ പറഞ്ഞേ, തിമായി. ബർത്തിമായിയുടെ അപ്പന്റെ പേരെന്താണ്? തിമായി. അപ്പൊ വേറൊരു ക്വസ്റ്റ്യൻ, തിമായിയുടെ മകൻ ആരാണ്? ആരാണ് തിമായിയുടെ മകൻ? ആരാണ്? ബർത്തിമായി. അപ്പോ ഈ ബർത്തിമായെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു ബർത്തിമായിക്ക് എന്തിനു കഴിഞ്ഞിരുന്നില്ല? ബർത്തിമായിക്ക് കാണാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. അവന് ജന്മന എന്തിനു സാധിച്ചിരുന്നില്ല? കാഴ്ച ഇല്ലായിരുന്നു. ആരെയും കാണാനൊന്നും പറ്റില്ല. ഒരു ദിവസം നമ്മുടെ യേശുപ്പച്ചൻ ഉണ്ടല്ലോ, അറിയാലോ? നമ്മുടെ യേശുപ്പച്ചൻ തന്റെ ശിഷ്യന്മാരുമൊത്ത് വിവിധ സ്ഥലങ്ങൾ എന്ത് ചെയ്യും? പോകും. അവിടെ എല്ലായിടവും പോയി പല സ്ഥലങ്ങളിൽ സന്ദർശിച്ച് ജനങ്ങളെ എന്ത് ചെയ്യും? ഉപദേശിക്കും. പിന്നെ എന്ത് ചെയ്യും? അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ജനങ്ങൾക്ക് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യും? എന്നോട് കരുണ തോന്നണമേ. ഈ വേള നമ്മുടെ യേശുക്രിസ്തു കേട്ടു. ഈ മനുഷ്യൻ ഇങ്ങനെ നിലവിളിച്ചപ്പോൾ യേശുക്രിസ്തു കേട്ടു. ഉടൻ യേശുക്രിസ്തു അവിടെ നിന്നതിന് ശേഷം യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, അവനെ വിളിപ്പിൻ. എന്താണ്? അവനെ വിളിക്കുക. അപ്പോ ഈ ഭിക്ഷക്കാരനായിട്ട് അവിടെ വഴിയരികിൽ ഇരുന്ന ഈ ബർത്തിമായി എന്ത് ചെയ്തു? ബർത്തിമായോട് ഈ ശിഷ്യന്മാർ ചെന്ന് പറഞ്ഞു, നിന്നെ ആര് വിളിക്കുന്നു? യേശു വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ എന്ത് ചെയ്തു? ഈ ബർത്തിമായി സന്തോഷം കൊണ്ട് എന്ത് ചെയ്തു? തന്റെ ദേഹത്ത് പുതച്ചിരുന്ന പുതപ്പിനെ എന്ത് ചെയ്തു? പെട്ടെന്ന് വെളിയിലേക്ക് ഇട്ടിട്ട് എന്ത് ചെയ്തു? പുതപ്പ് കളഞ്ഞുകൊണ്ട് അവൻ ചാടി എഴുന്നേറ്റ് നമ്മുടെ യേശുപ്പച്ചന്റെ അരികിൽ വന്നു. അപ്പോ എന്നിട്ട് ബർത്തിമായിയുടെ ആവശ്യം എന്തായിരിക്കും? തനിക്ക് കാഴ്ച ലഭിക്കണം അല്ലേ? അവന് കാണാൻ കഴിയില്ല. ഇത്രയും നാൾ ഒരുപാട് സങ്കടത്തിലാണ് ജീവിച്ചത്. ഇനിയെങ്കിലും അവൻ എന്ത് ചെയ്യണം? കാഴ്ച ലഭിക്കണം. അവനറിയാം യേശുക്രിസ്തു എന്ത് ചെയ്യുന്നുണ്ട്? മറ്റുള്ളവരെ സൗഖ്യമാക്കുന്നുണ്ടെന്ന് ഈ ബർത്തിമായി കേട്ടിട്ടുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് ബർത്തിമായി ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നെന്ന് ബർത്തിമായി യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നെന്ന് നമ്മുടെ ബർത്തിമായി കേട്ടു. അപ്പോൾ ബർത്തിമായിക്ക് ഒരു വിശ്വാസമുണ്ട്, യേശുക്രിസ്തു വന്നാ എന്ത് ചെയ്യും? എനിക്ക് സൗഖ്യം ലഭിക്കും. യേശുക്രിസ്തു എന്നെയും സൗഖ്യമാക്കുമെന്നൊരു വിശ്വാസം നമ്മുടെ ബർത്തിമായിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ കണ്ട ഉടനെ അവൻ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ യേശുക്രിസ്തുവിന്റെ അടുത്ത് നമ്മുടെ ബർത്തിമായി നിൽക്കുകയാണ്. ഉടനെ യേശുക്രിസ്തു അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരേണം? ബർത്തിമായോട് യേശുക്രിസ്തു ചോദിക്കുകയാണ്, നിനക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? അപ്പോൾ ഉടനെ ബർത്തിമായി പറയുകയാണ്, റബ്ബു, നീ എനിക്ക് കാഴ്ച പ്രാപിക്കണം. എന്താണ് ബർത്തിമായി യേശുവിനോട് പറഞ്ഞത്? റബ്ബു, നീ എനിക്ക് കാഴ്ച പ്രാപിക്കണം. റബ്ബു നീ എന്ന് പറഞ്ഞ ആരാണ്? യേശുപ്പച്ചനെ ഗുരു എന്ന് വിളിക്കുന്നതാണ്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഉടനെ എന്ത് ചെയ്തു? നമ്മുടെ ബർത്തിമാൻ എന്തിന് കഴിവുള്ളവനാണ്? അത്ഭുതം പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണ്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇങ്ങനെ നമുക്ക് തളർന്നു പോകുന്ന ഒരുപാട് സാഹചര്യങ്ങളൊക്കെ കാണുമല്ലേ? കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾക്കും കാണും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹങ്ങളൊക്കെ കാണും. നിങ്ങൾ അവിടെ ഏതെങ്കിലുമൊക്കെ നിലയിൽ എത്തിച്ചേരണം, അല്ലെങ്കിൽ എനിക്ക് ഇതൊക്കെ വേണം എന്ന് ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് കാണും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? യേശുപ്പച്ചനോട് വിശ്വസിച്ച് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ നമ്മുടെ ബർത്തിമായി വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് അല്ലേ? വിശ്വസിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട് നമ്മുടെ ബർത്തിമായിക്ക് എന്ത് സംഭവിച്ചു? കാഴ്ച ലഭിച്ചു. അതുപോലെ നമ്മൾ യേശുപ്പച്ചനോട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിലും അത്ഭുതം പ്രവർത്തിക്കാൻ ആർക്ക് കഴിയും? നമ്മുടെ യേശുപ്പച്ചന് കഴിയും. യേശുപ്പച്ചന്റെ പ്രത്യേകത എന്താണെന്ന് അറിയണ്ടേ? യേശുപ്പച്ചന് കുഞ്ഞുങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. നിങ്ങളെ പോലുള്ള കുഞ്ഞു കുട്ടികളെ യേശുപ്പച്ചന് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും യേശുപ്പച്ചനോട് പറഞ്ഞാൽ യേശുപ്പച്ചൻ പെട്ടെന്ന് തരും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വസിച്ചുകൊണ്ട് യേശുപ്പച്ചനോട് യേശുപ്പച്ചൻ എനിക്കത് തരണേന്ന് യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കണം.
അപ്പോ നമ്മുടെ ഇല്ലായ്മകളെ ദൈവം എന്ത് ചെയ്ത് മാറ്റിയിട്ട് എല്ലാം നമുക്ക് നൽകും. നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും യേശുപ്പച്ചൻ നൽകും. ഇവിടെ ബർത്തിമായിക്ക് കാഴ്ച ലഭിച്ചതുപോലെ നമ്മുടെ യേശുപ്പച്ചൻ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ നമ്മുടെ യേശുപ്പച്ചന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും ദൈവം നിറവേറ്റി തരും. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമായോ ഇന്നത്തെ? ബർത്തിമായി ഇഷ്ടമായോ? ബർത്തിമായിക്ക് യേശുക്രിസ്തു എന്ത് ചെയ്തു? കാഴ്ച കൊടുത്തു. അതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പൊ നമുക്ക് ഇന്നത്തെ മനപ്പാഠ വാക്യം പഠിക്കണ്ടേ? പഠിച്ചാലോ? ഇന്നത്തെ മനപ്പാഠ വാക്യം മർക്കോസ് 10-ാം അധ്യായം 52-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 52-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം. കുഞ്ഞുങ്ങൾ ഒന്നുകൂടി ടീച്ചറിനോട് പറയോ? മർക്കോസ് 10-ാം അധ്യായം 52-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം. വാക്യം എങ്ങനെയാണ്? പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങൾ ടീച്ചറിന്റെ കൂടെ പറഞ്ഞേ, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പഠിച്ചോ? ഒരിക്കൽ കൂടെ പറഞ്ഞേ, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പഠിച്ചല്ലോ? എളുപ്പമുള്ള വാക്യമാണ്. കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പോ നിങ്ങൾ ഇന്നത്തെ പാഠത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ചെന്ന് ടീച്ചർ അറിയണ്ടേ? അപ്പൊ ടീച്ചർ എന്ത് ചോദിക്കും? ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കും. 2-3 ചെറിയ ചെറിയ കൊച്ചു ചോദ്യങ്ങൾ ടീച്ചർ ചോദിക്കാം. ഒന്നാമതായിട്ട്, ബർത്തിമായിയുടെ അപ്പന്റെ പേരെന്താണ്? എന്താണ് ബർത്തിമായിയുടെ അപ്പന്റെ പേര്? എന്താണ് ബർത്തിമായിയുടെ അപ്പന്റെ പേര്? തിമായി. എന്താണ്? തിമായി. ബർത്തിമായിയുടെ അപ്പൻ ആരായിരുന്നു? തിമായി. അടുത്ത ചോദ്യം, എരിഹോവിൽ ഇരുന്നു കൊണ്ട് യേശുവിനോട് നിലവിളിച്ച കുരുടനായ മനുഷ്യൻ ആരായിരുന്നു? എരിഹോവിൽ ഇരുന്നു കൊണ്ട് യേശുവിനോട് നിലവിളിച്ച കുരുടനായ മനുഷ്യൻ ആരായിരുന്നു? ആ കുരുടനായ മനുഷ്യൻ ആരാണ്? ബർത്തിമായി. നമ്മൾ ഇന്ന് പഠിച്ചത് ആരെ കുറിച്ചാണ്? ബർത്തിമായെ കുറിച്ച്. അതായത് അയാൾ എവിടെയായിരുന്നു ഭിക്ഷ യാചിച്ച വ്യക്തിയാണ്? എരിഹോവിൽ ഇരുന്ന് ഭിക്ഷ യാചിച്ച വ്യക്തിയാണ്. അപ്പോൾ അടുത്ത ചോദ്യം, ഈ ബർത്തിമായിക്ക് കാഴ്ച കൊടുത്തത് ആര്? ആരാണ് ബർത്തിമായിക്ക് കാഴ്ച നൽകിയത്? ആരാണ്? നമ്മുടെ യേശുപ്പച്ചൻ. അപ്പോ ഇന്ന് നമ്മൾ പഠിച്ചത് ബർത്തിമായിക്ക് യേശുക്രിസ്തു കാഴ്ച കൊടുക്കുന്നതിനെ കുറിച്ചാണ്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഇന്നത്തെ പാഠം എല്ലാം മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഇന്ന് മുഴുവനായിട്ട് നമ്മൾ പഠിച്ചത് ബർത്തിമായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട് അവന്റെ ജീവിതത്തിൽ യേശു അത്ഭുതം പ്രവർത്തിച്ചു. അതുപോലെ നാമും നമ്മുടെ യേശുപ്പച്ചൻ വിശ്വസിച്ച് ഉറച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അത്ഭുതം പ്രവർത്തിക്കാൻ ആർക്ക് കഴിയും? നമ്മുടെ യേശുപ്പച്ചന് കഴിയും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾ എപ്പോഴും വചനം വായിക്കുകയും അതുപോലെ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടും പടർന്നുകൊണ്ടിരിക്കുന്ന ഈ രോഗങ്ങളൊക്കെ എന്ത് ചെയ്യും? നമ്മൾ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യും? അത്ഭുതമായിട്ട് മാറിപ്പോകും. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരായിരിക്കുക. അപ്പൊ ഇന്നത്തെ പാഠം കുഞ്ഞുങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യനും ഉത്തരങ്ങളെല്ലാം എന്ത് ചെയ്യുക? നന്നായിട്ട് മനപ്പാടാക്കുക. അപ്പോ ഇനി അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ടീച്ചർ ചോദിക്കുക, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പൊ നമ്മുടെ ക്ലാസ് ഇന്നത്തേത് അവസാനിച്ചു. നമ്മൾ അവസാനിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ അവസാനിക്കുമ്പോൾ പ്രാർത്ഥിക്കാം. കണ്ണനെ കർത്താവേ, യേശുവേ സ്തുതിക്കുന്ന പാതയമേ, അടിങ്ങളുടെ ഇന്നത്തെ ക്ലാസിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവം അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് അങ്ങ് നിറച്ച കൃപകൾക്ക് നന്ദി പറയുന്നപ്പാ. അടികൾ ഇന്ന് പഠിച്ച പാഠം കർത്താവേ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയോജനപ്പെടുവാൻ ദൈവം അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. യേശുവേ ദൈവമേ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും കർത്താവേ അത്ഭുതം പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് കർത്താവ് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാൻ അടിങ്ങളുടെ പൈതങ്ങൾ എല്ലാവരും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവമേ, അടിങ്ങളുടെ ദൈവമേ ലോകത്ത് തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നപ്പാ. എല്ലാ ആവശ്യങ്ങളും അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല ദോപ്പന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.